നമസ്കാരം. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും അത് കൂടുതലും മനസ്സിലാവാം. നമ്മൾ ഒരു 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ രാത്രിയിൽ ഉറക്കുന്നതിന് മുന്നേ നമ്മൾ മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ കൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിപ്പിക്കാതിരിക്കും. അങ്ങനെ ചെയ്യും. രണ്ടാമത് അവർ കിടക്കുന്നതിന് മുന്നേ അവരുടെ അടുത്ത് പറയും മൂത്രം ഒഴിക്കാനുണ്ടെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് വന്ന് കിടക്കാൻ പറയും. ഇത് രണ്ടും നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? രാത്രിയിൽ ബെഡിൽ അത് ഒഴിക്കാതിരിക്കാനും അതുപോലെ തന്നെ ബെഡ് വൃത്തികേടാക്കാതിരിക്കാനും. ബെഡിലൊക്കെ മൂത്രമായി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകാനോ ഉണക്കാനോ ഒക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലും പ്രവർത്തിക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നു എന്നല്ല ഞാൻ പറയണത്. നമ്മൾ കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്ന ആഹാരം എന്ത് തന്നെ ആയാലും അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റ് കണ്ടന്റും അതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും ബേൺ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ ബോഡി അതിനെ പുറത്തേക്ക് തള്ളിവിടും. ആ പുറത്തേക്ക് തള്ളിവിടുന്നതെല്ലാം ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും പല ഭാഗങ്ങളിലായിട്ട്. അതുകൊണ്ടാണ് ചിലർക്ക് അരഭാഗത്ത് വണ്ണം വയ്ക്കുന്നത്, ചിലർക്ക് കൈ വണ്ണം, ചിലർക്ക് തൊടയുടെ വണ്ണം, ബാക്ക് സൈഡിൽ മുതുകിൻ്റെ ഭാഗത്ത്, അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ വേറെ രീതിയിലോട്ട്, അതായത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നർത്ഥം. പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് രാത്രിയിൽ ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ആൾക്കാർ 7 മണിക്ക് മുന്നേ നമ്മുടെ ഡിന്നർ കഴിച്ച് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വലിയ ടാസ്ക്കാണ്. ഇപ്പോഴും വർഷങ്ങൾ കൊണ്ടേ നമ്മൾ ഡയറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ബോഡി വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന പല ആൾക്കാർക്കും ഇപ്പോഴും നമ്മുടെ ആ ഒരു ഡിന്നറിൻ്റെ ടൈം 7 മണി ആക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിശപ്പ്. 7 മണിക്ക് നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കാരണം ചില കുട്ടികൾക്ക് പഠിക്കാൻ കാണും, ചിലർക്ക് എന്തെങ്കിലും വർക്ക് കാണും ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയം ആയി കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശക്കും. കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണല്ലോ ആ ഒരു ടെൻഡൻസി വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ ട്രിക്കാണെന്ന് പറയാൻ പോണത്. ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആ ട്രിക്ക് പ്രയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിന്നർ 7 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ കഴിച്ച് ചെയ്യണം. മാക്സിമം ഒരു 7:30. അതിലപ്പുറം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഇച്ചിരി ലേറ്റ് ആയെന്ന് വെച്ച് പ്രശ്നമില്ല. പക്ഷേ എല്ലാ ദിവസവും ലേറ്റായി കഴിക്കുന്ന ഒരാൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 7:30 മുന്നേ ഡിന്നർ ക്ലോസ് ചെയ്യുന്നവർക്കാണ് ഇത് ഒരു എഫക്റ്റീവായിട്ട് വരിക. അപ്പോൾ അതിനുശേഷം കഴിക്കുന്നവർക്ക് ഇത് എഫക്റ്റീവ് ആവാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ആഹാരം ഡൈജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ലേറ്റായിട്ട് കഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പലരും 10 മണിക്ക് കഴിച്ചിട്ട് 10:30 ആകുമ്പോൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ കിടക്കുന്നതിന് ഒരു 45 മിനിറ്റ് മുന്നേ 1 ഗ്ലാസ് ചെറിയ ജീരക വെള്ളം ജീരകത്തോടു കൂടെ ചവച്ചരച്ച് കുടിക്കുക. ഇത്ര തന്നെ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇത് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല. 1 ഗ്ലാസ് വെള്ളം എന്തായാലും നമ്മൾ കുടിക്കും. അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഏതെങ്കിലും വെള്ളം കുടിക്കുന്നവരാണ്. അക്കൂട്ടത്തിൽ ജീരകം കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. മാത്രമല്ല, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ 7 മണിക്ക് ഡിന്നർ ക്ലോസ് ചെയ്ത ആൾക്കാരാകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ട് വിശക്കും. പക്ഷേ ഇങ്ങനെ നമ്മളൊരു 3-4 ദിവസം കുടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പാടെയുള്ള വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. കിടക്കുന്നതിന് മുന്നേ 1 ഗ്ലാസ് ജീരക വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം മാത്രമല്ല, ആ ജീരകവും കൂടെ ചവച്ചരച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ജീരക വെള്ളം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അത് വർക്കാവോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ജീരക വെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിന് പലപ്പോഴും പലരും രാവിലെയാണ് കുടിക്കാറുള്ളത്. രാത്രിയിൽ കുടിച്ചാലും നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു ഫാറ്റ് കട്ടറും കൂടെയാണ് ഈ ജീരകം. ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ് കേട്ടോ, ക്യുമിൻ സീഡ്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് വഴി ചോദിച്ചോളാം. ചെറിയ കാര്യമാണ്, ഇത് ആർക്കും അറിയാത്തത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഒരു 3 ദിവസം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക. പക്ഷേ ആ ഒരു 3 ദിവസം നിങ്ങൾ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ. ടേക്ക് കെയർ. ബൈ ബൈ.